തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെ വരാൻ പോണ്. ചെമ്പുക്കാവ് എന്റെ പൂരം. അതാണ് ഞാൻ പറഞ്ഞത്, തൃശ്ശൂർ പൂരത്തിന്റെ ഓരോ ഘടകപൂരങ്ങളും ഗംഭീരമായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഘടകപൂരം ഇല്ല. ഇപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ പൂരം എന്ന് പറഞ്ഞാല് പൂരത്തിന്റെ മെയിൻ പൂരത്തിനെ പോലെ ഘടകപൂരങ്ങളും. ഇത് ജനപങ്കാളിത്തം കൊണ്ട് ജനസഞ്ചയം. ഏറ്റവും ആൾക്കാരെ കാത്തുന്നത് രാമൻ ചെമ്പൂക്കാവിന് വേണ്ടി തടംപേറ്റി വരുന്നത്. ചെമ്പൂക്കാവിന് വേണ്ടി രാമൻ ആർക്ക് വേണ്ടി തടംപേറ്റുന്നോ അവിടെ ആളുകൾ വരും. സുനിലേട്ടൻ അടിച്ച ഗംഭീര ഒരു അടിയുണ്ട്. നിങ്ങളിതാ മമ്മൂട്ടിയെ കൊണ്ട് അപ്പുറത്ത് നിർത്തിക്കോ, ഇപ്പുറത്ത് രാമനെ കൊണ്ട് നിർത്തിക്കോ. ഇന്നലെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ രാമന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതാണ്. എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേവലം ഒരു മൃഗമാണ്. അതായത് ഇതൊരു ആനിമലാണല്ലോ. മനുഷ്യരെ ആനിമലിനെ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാര് ഈ ഹൈക്കോടതിയൊക്കെ ആനയെഴുന്നള്ളിപ്പിനൊക്കെ പറ്റിയിട്ട് പറയുമ്പോഴല്ലോ, നാട്ടാനകളെ പരിപാലിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ആനകളെ സ്നേഹിക്കുന്ന ആളുകളാണ് തൃശ്ശൂർ. ആനകളെ സംരക്ഷിക്കാനും നാട്ടാനകളെ പരിപാലിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖ തന്നെ നമ്മുടെ ആയുർവേദത്തിലുണ്ടല്ലോ. അപ്പൊ ആന പരിപാലനം മുതൽ ആനകളുടെ സൗന്ദര്യം, ആനയുടെ അളവുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പൊ ചേർപ്പിൽ ആശാരിമാരുണ്ടാക്കുന്ന ആനയുണ്ട്, ആന ശില്പം. അത് പാറ്റന്റ് കിട്ടിയിട്ടുള്ളതാണ്. അതായത് ചേർപ്പ് ആന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവിൽ കൃത്യതയുള്ള ലക്ഷണമൊത്ത ആനയെ അതുപോലെ നിർമ്മിക്കുന്ന ആശാരിമാരുള്ള സ്ഥലമാണ് ചേർപ്പ്. കടഞ്ഞെടുക്കും. അപ്പൊ അവർക്ക് ഒത്തിരിക്കുന്ന ആനകൾക്ക് തൃശ്ശൂരിലെ ആനയുടെ കൺസെപ്റ്റ് ഉണ്ട്. ഒരു ആനയുടെ ഉയരം, അതിന്റെ തുമ്പി, അതിന്റെ കാലുകൾ തമ്മിലുള്ള അകലം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അതെല്ലാം നോക്കി അതിന്റെ അളവിൽ ഉണ്ടാക്കുന്ന പ്രതിമയാണ് ചേർപ്പിലെ ആന പ്രതിമ. അപ്പൊ തൃശ്ശൂർക്കാർക്ക് അങ്ങനെ കുറെ പ്രത്യേകതകള് പൂരവും കാര്യം പറയുമ്പോ ആനാന്ന് പോലും പറയാൻ പറ്റില്ല, രാവണൻ അതാണ്. ഞങ്ങളെ ഇപ്പൊ രാവിലെ മുതൽ ഇവിടെ സംസാരിക്കുമ്പോ കൊല്ലത്തുനിന്ന് ആള് വന്നിട്ടുണ്ട്, രാമനെ ഒന്ന് കാണണം പോകണം. അതെ അതെ അതെ. അങ്ങനെ വരുന്ന ഇപ്പൊ കാസർഗോഡ് നിന്നും കൊല്ലത്തും തിരുവനന്തപുരം നിന്നൊക്കെ ഈ പിന്നെ രാമനെ കാണാൻ വേണ്ടി ആളുകൾ വരിക എന്ന് പറഞ്ഞാല് ഒരു ജീവി അല്ലെങ്കിൽ ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിൽ പോലും ആനകളെ ആരാധിക്കുന്ന, അതായത് അതിനെ എന്താ പറയാ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വലിയൊരു സമൂഹം ഉണ്ടാവുമെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു രോമാഞ്ചം കൂടി ആയിരിക്കില്ല തൃശ്ശൂർക്കാരെന്നൊക്കെ പറയുമ്പോൾ, തൃശ്ശൂരിലുള്ള ഇങ്ങനെ ഇതിന്റെ ഭാഗമായി ആളുകൾ ഇങ്ങനെ തേടി വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ. നമ്മളിപ്പോ പലപ്പോഴും പല സ്ഥലത്ത് നടക്കുന്ന പല പരിപാടികൾ നമ്മൾ കാണുമ്പോഴും നമ്മുടെ ഒരു അഹങ്കാരം എന്ന് വെച്ചാല് തൃശ്ശൂർ പൂരത്തിന്റെ മുമ്പിൽ ഒന്നും അല്ലടാ നമ്മൾ തോന്നില്ല. നിങ്ങളിപ്പോ അവിടെ പരിപാടി ഗംഭീരമാണ്. പക്ഷെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയാം തൃശ്ശൂർ പൂരത്തിന് വലുതൊന്നും അല്ലല്ലോ. അതുപോലെ சொல்லிട്ട് നമ്മളിപ്പോ കഴിഞ്ഞ കുറെ വർഷമായിട്ട് കാണുന്നതാണ്. സാധാരണ ഈ വർഷത്തെ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടല്ലോ, ചെറുപൂരങ്ങളുടെ കൂടെ ഘടകപൂരങ്ങളുടെ വലിയ ജനവലിയാണ്. അതിൽ ഞാൻ പറയാം, നിങ്ങൾ മീഡിയകൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് മീഡിയകൾ വലിയൊരു സഹായം പൂരത്തിന്റെ മഹിമ വർദ്ധിക്കുന്നതിൽ ഉണ്ട്. കാരണം അത് പൂരത്തിന്റെ മഹിമ കൊണ്ട് നിങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നതും കൂടിയാണ്. അതൊരു സത്യമാണ്, പരസ്പര പൂരകങ്ങളാണ്. നിങ്ങൾ പൂരത്തിന്റെ മഹിമ മനസ്സിലാക്കി നിങ്ങൾ വരുമ്പോ അത് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പൊ പൂരത്തിന്റെ ഘടകപൂരങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു, ഇതിന്റെ ചടങ്ങുകളുടെ ഇത് വർദ്ധിച്ചു. അപ്പൊ ഓരോ പരിപാടികളിലും ജനസഞ്ചയത്തിന്റെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ പണ്ടത്തെക്കാൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ധാരാളം കാണാൻ പറ്റും. എവിടെ നോക്കിയാൽ സമയത്ത് ക്യാമ്പയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, സ്ത്രീകളെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അറിയില്ല, പൂരത്തിന് പെണ്ണുങ്ങൾ ഒരിക്കലും പൂരത്തിന്റെ തിരക്കിലേക്ക് ഒരു സ്ത്രീകളെയും കൊണ്ട് ആരും വരുന്നില്ല. രണ്ട് സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ആ പ്രശ്നമില്ലല്ലോ. ആരിപ്പോ ഒന്നിപ്പോ അങ്ങനെ സ്ത്രീകളാരും ആ രീതിയിൽ ഇൻസൾട്ട് ചെയ്യാൻ ആറ്റിറ്റ്യൂഡ് മാറി, സ്ത്രീകളുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു. അവരിപ്പോ ഇവിടെ മേളം നടക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ അവരും മംഗലത്തിന് 2 വനിതകള് മേളക്കാരികളായിട്ടില്ല, വലന്തല കൊട്ടുന്ന 2 പെൺകുട്ടികൾ. നന്ദേട്ടനോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇനി ആനപ്പുറത്ത് കൂടി സ്ത്രീകൾ അവിടെ എത്തിയിട്ടില്ല, അതുകൂടിയാണ് ഇനി കാണാൻ. ആനപ്പുറത്ത് ആനപ്പാപ്പന്മാരായിട്ട് സ്ത്രീകളില്ലേ, അല്ലാതെ ഇങ്ങനെ ഉത്സവങ്ങൾക്ക് കയറി വരുന്ന ഒരു രീതി ആയിട്ടില്ല. ആനപ്പുറത്ത് ചിലപ്പോൾ പെൺകുട്ടികൾ വരും. അതൊക്കെ ഇന്നത്തെ കാലത്ത് അതിനൊന്നും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു മടി ഉണ്ടാവേണ്ട കാര്യമില്ല. അംഗീകരിക്കണം, നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ഗംഭീരാവട്ടെ. ഞാൻ ഇപ്പൊ എവിടെ പോണം? നമ്മുടെ മഠത്തിൽ പറയുന്നവിടെ എത്തണം. അപ്പൊ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കാണാം.